എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. എല്ലാം വളരെ ശാന്തം ആയി എന്നുള്ളൊരു പ്രതീതിയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം രാഷ്ട്രീയക്കാരും നടീനടന്മാരും കൊട്ടേഷൻ സംഘവും ഒക്കെ ഓണത്തിൻ്റെ ഒരു ലഹരിയിലാണ്. അപ്പോൾ ഈ കൊട്ടേഷൻ സംഘങ്ങളും രാഷ്ട്രീയക്കാരും ഈ പൊളിറ്റിക്കൽ ടീമും ഒക്കെ ഏതാണ്ട് ഓണത്തിൻ്റെ ഒരു നിർവൃതിയിൽ ആയ സമയമാണ്. ഇതിൽ നമ്മുടെ ഒരു ചില രാഷ്ട്രീയക്കാർക്കും അവർക്ക് പൊതുജനങ്ങളെ എങ്ങനെ വിഡ്ഢികളാക്കാം, അത് വെൽ ട്രെയിൻഡ് എടുത്തവരാണ്. അതുകൊണ്ടാണല്ലോ അവർ ഈ പല സ്ഥാനങ്ങളൊക്കെ കയറിയിരിക്കുന്നത്. മനുഷ്യനെ മാക്സിമം വിഡ്ഢികളാക്കി ഏതെല്ലാം രീതിയിൽ അവർ ഉപദ്രവിക്കുക, അതെല്ലാം അവർ ഉപദ്രവിക്കുക. അതിന് അവർക്ക് ആവശ്യമുള്ള ഏത് കൊട്ടേഷനും ഏറ്റെടുക്കാൻ ബോംബെയിലെ കാമാട്ടിപ്പുരന്ന് വെൽ ട്രെയിനിങ് ആയ ഒരു ചില നടിമാർ, ഒരു ചില എഴുത്തുകാരികൾ, ഒരു ചില സീരിയൽ അഭിനയിക്കുന്നവർ, ഒരു ചില എന്തൊക്കെയോ ഇങ്ങനെ പല വേഷത്തിൽ എന്താ പറയുക, ഇവൻറ്റ് മാനേജ്മെൻറ്റ് ആങ്കറിങ് ചെയ്യുന്നവർ, ഇവർക്ക് ഇങ്ങനെ പല വെറൈറ്റീസാണ്. അത് അവരുടെ എന്താ പറയുക, പോപ്പുലാരിറ്റി അനുസരിച്ചായിരിക്കും അവർക്ക് ചാർജ് നിശ്ചയിക്കാം. പക്ഷേ ഈ ഇടയ്ക്ക് നടന്ന സംഭവ വികാസങ്ങൾ നോക്കുമ്പോൾ ഈ പല കൊട്ടേഷൻ സംഘങ്ങളും ഇതിലേർപ്പെട്ടിരുന്നു. ബട്ട് ആ കൊട്ടേഷൻ സംഘം ശരിയായ രീതിയിൽ അവരുടെ ടാസ്ക് നിർവഹിച്ചില്ല എന്നാണ് അറിയുന്നത്. കാരണം അന്വേഷിച്ചപ്പോൾ മറ്റൊന്നുമില്ല, ഈ പറഞ്ഞ കൊട്ടേഷൻ തുക അവരുടെ കയ്യിലെത്തിയില്ല. ചെറിയൊരു അഡ്വാൻസ് കൊടുത്ത് ബാക്കി പിന്നെ തരാമെന്ന് പറഞ്ഞു. പക്ഷേ സംഗതി ചീറ്റിപ്പോയതായിട്ടാണ് അറിയുന്നത്. എങ്കിലും വിടുന്നില്ല. വീണ്ടും ഇപ്പോൾ പൊട്ടിക്കും. പൊട്ടിക്കണമെങ്കിൽ അതിന് കാരണമുണ്ട്. കൊട്ടേഷൻ ക്യാഷ് അത് ഏറ്റെടുത്തവർക്ക് കറക്റ്റായിട്ട് കണക്ക് തീർത്താൽ പൊട്ടിക്കാം എന്ന് പ്രതീക്ഷിക്കും. ഇനി നാം എപ്പോഴും ചിന്തിക്കേണ്ടത്, കേരളം ഏത് കൊട്ടേഷനും നടപ്പിലാക്കാൻ കഴിവുള്ള ഒരു ചില പെണ്ണുങ്ങളുണ്ട്. ഏത് വേഷവും കിട്ടും. ദേ നോ വെരി വെൽ ആരെ എങ്ങനെ വിഡ്ഢികളാക്കണം, ആരെ എങ്ങനെ എന്ത് ചെയ്യണമെന്നെല്ലാം അറിയാം. അവർ മെനയുന്ന കഥകൾക്ക് നല്ല മാർക്കറ്റും കാണും. അങ്ങനെയാണ് ഈ രാഷ്ട്രീയക്കാർ പല പദവികളിലും എത്തിച്ചേർന്നതും ഈവൻ മന്ത്രി വരെയൊക്കെ ആയതും. നമുക്ക് തുറന്ന സത്യമാണ്. നമുക്കറിയാം, ഒരു സ്ത്രീ ഒരു സരിത എന്നും പറഞ്ഞൊരു സ്ത്രീ കട്ടിക്കുട്ടിയ കോലാങ്ങൾ അറിയാമല്ലോ. ഇപ്പോൾ കുറേ ജൂനിയേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. ജൂനിയേഴ്സ് അവർ മോശക്കാരൊന്നുമല്ല, അവരും അവരുടെ പണികളൊക്കെ ശരിക്ക് നിർവഹിക്കുന്നുണ്ട്. ബട്ട് അവർ ആവശ്യപ്പെട്ട ആ എമൗണ്ടോ തുകകളോ സൗകര്യങ്ങളോ ഒന്നും തന്നെ അവർക്കിപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പൊട്ടിക്കൽ അത്ര എളുപ്പമായ ഒരു ഇതല്ല എന്നാണ് കൊട്ടേഷൻ സംഘങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതായത് മുൻകാലങ്ങളിൽ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്താൽ അത് വ്യക്തമായിട്ട് അവർ നിർവഹിച്ചിരിക്കും. കാലുമാറില്ല. എന്നാൽ ഇപ്പോൾ കാലുമാറ്റം ഒരു പരമ്പരയായി മാറിയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് രാഷ്ട്രീയക്കാരൊന്ന് ശ്രദ്ധിക്കുക. നാളെ നിങ്ങൾക്കിട്ടും പണി വരും. നിങ്ങൾ കൊട്ടേഷൻ കൊടുക്കുന്ന വിദഗ്ധരായിരിക്കും. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ആൾക്കാരുണ്ട്, പെൺകുട്ടികളൊക്കെ കാണും. പക്ഷെ നാളെ തിരിച്ചടിക്കാതെ ഒന്ന് നോക്കണം. ഇപ്പോൾ കണ്ടപ്പോൾ ഇപ്പോഴത്തെ അന്തരീക്ഷം വെച്ച് നോക്കുമ്പോൾ ഈ കൊട്ടേഷൻ മാഫിയകൾക്ക് ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അത് അത്ര വിദൂരവുമല്ല. സോ എല്ലാവരും ഈ ഓണം കഴിഞ്ഞാൽ ഈ പാവം മാവേലി മന്നൻ നമുക്ക് കാണാൻ വരികയാണ്. അതുകൊണ്ട് വരുമ്പോൾ അങ്ങനത്തെ ആരും കയറി കംപ്ലയിൻസ് ഒന്നും ചെയ്തില്ല. പുള്ളിക്കാരൻ ഒന്ന് വന്ന് അതേ കണ്ടിട്ട് പോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് പാർട്ടോ തേർഡ് പാർട്ടോ അങ്ങ് തുടങ്ങാം. സോ നമുക്കറിയാം, നമ്മുടെ സ്റ്റേറ്റിൽ മാത്രമല്ല, ഇന്ത്യയിൽ, നമ്മുടെ രാജ്യത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു
നല്ല ഒരു പ്രതീക്ഷയ്ക്ക് അനുസരണമായ കാര്യങ്ങളല്ല നടക്കുന്നത്. പല പാർട്ടിക്കാരും കൺഫ്യൂഷനിലാണ്. കോൺഗ്രസ് ആയിരുന്നാലും BJP ആയിരുന്നാലും ജനതാദളായിരുന്നാലും പല പാർട്ടിയിലുള്ളവർ അവർ ശകലം ബുദ്ധിമുട്ടിലാണ്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ പൊളിറ്റിക് സിനാരിയോ വെച്ച് നോക്കുമ്പോൾ അത്ര ഭംഗിയുള്ള വാർത്തകളല്ല നമുക്ക് ലഭിക്കുന്നത്. അപ്പുറം അതിനോടൊപ്പമാണ് ഈ ട്രംപ് എണ്ണം കയറി ഇടയ്ക്കിടയ്ക്ക് ഓരോരോ അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നത്. മോദിജി ഉണ്ടോ ഇവിടുന്ന് ഇല്ല. ഇപ്പോൾ അവർ തമ്മിലാണ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാഴ്ചക്കാരായിട്ട് കാണാം. എന്തായിരുന്നാലും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ കുറച്ച് ഈ ചൈനയുമായിട്ട് കുറച്ച് അടുപ്പത്തിലാണ്. ഒന്ന് മനസ്സിലാക്കേണ്ടത്, ജവഹർലാൽ നെഹ്റു ഇവിടെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഇന്ത്യ ചീന ബൈ എന്നൊക്കെ പറഞ്ഞാണ് അവസാനം നമുക്കിട്ട് പാരയും പണിതു. അതൊന്ന് ഓർത്താൽ നന്നായിരിക്കും. ഇപ്പോഴത്തെ ഭരണകൂടം ഇവരെ ഈ ചൈനയെ വിശ്വസിക്കുന്നതും അത്ര നാം പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഉള്ള റിസൾട്ട് കിട്ടുമെന്ന് നമ്മൾ ധരിക്കേണ്ട. എങ്കിൽ തന്നെയും ഒരു മാർജിൻ വച്ചിട്ടുള്ള ഒരു ബന്ധം ആയിരിക്കും ഏറ്റവും നല്ലത്. ഒരു മാർജിൻ മസ്റ്റായിട്ട് നമുക്ക് കൊടുത്തിരിക്കണം. ഇവരൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. നാളെ ഈ ചൈനയും ഈ അമേരിക്കയും റഷ്യയും ഒരു വശത്ത് ചേർന്നുകൂടായികയില്ല. സാഹചര്യം ഒരു അങ്ങനെ വന്നേക്കാമെന്നുള്ളൊരു തോന്നലും നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇത് നാം ആൻറ്റിസിപ്പേറ്റ് ചെയ്തതാണെന്നുള്ളൊരു ഓർമ്മ നമുക്കുണ്ടാകും. എന്തായിരുന്നാലും രാജ്യം നല്ല രീതിയിൽ മുമ്പോട്ട് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് ഉയരട്ടെ. ആ പ്രതീക്ഷയാണ് നമുക്കെല്ലാം വേണ്ടത്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവസാനമായി ഒരിക്കൽ കൂടി പറയുന്നു, ഇപ്പോഴുള്ളൊരു സമാധാന അന്തരീക്ഷം നമ്മുടെ കൊട്ടേഷൻ ടീമുകൾ നിലനിർത്തുന്നതിൽ വളരെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. എന്നിരുന്നാലും ഇതിൽ ഏർപ്പെട്ട ഫീമെയിൽ കൊട്ടേഷൻ സംഘങ്ങൾ ഇപ്പോൾ പരസ്യമായിട്ട് പ്രസ്താവനകളുമായി ഇവർ പുറത്തു വരികയാണ്. ഞാനൊന്നും അറിഞ്ഞില്ല, രാമനാരായണ, വി ആർ ക്വൈറ്റ് ഇന്നസെൻറ്റ്, ഞാൻ ആരെക്കുറിച്ചൊന്നും, ഇങ്ങനെ പലതൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ പറ്റുന്നു. എന്തായിരുന്നാലും ഈ പൊട്ടിക്കൽ ടീം ഒന്ന് ശ്രദ്ധിക്കുക. ഏത് സമയത്ത് എങ്ങനെ പൊട്ടുകയെന്ന് നമുക്കറിയില്ല. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.